ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. നമുക്കറിയാം നമ്മുടെ ഡ്രൈവർ എക്സാമുകൾ വരാൻ പോവുകയാണ്. വിവിധ ഡ്രൈവർ എക്സാമുകൾക്ക് നടന്ന ബയോളജിയിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതുകൊണ്ട് തന്നെ ക്ലാസ് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് അല്ല നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ലഭിക്കും. ആപ്പിലൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ക്ലാസ്സുകൾ അല്ലെ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് സൗജന്യമായിട്ട് നേടാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, പലപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ പല എക്സാമുകൾക്കും ആവർത്തിക്കുന്നതാണ്. ചോദ്യം ഇതാണ്: കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഏതാണ്? നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര്, ഉമിനീര് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമാണ്. ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, ലൈസോസൈം എന്ന് പറയുന്നതാണ് എൻസൈം. ഇനി ലൈസോസോം ഉണ്ട്. ലൈസോസോം എന്ന് പറയുന്നത് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ഒരു കോശാംഗമാണ്. സൂയിസൈഡൽ ബാഗുകൾ അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത്. ലൈസോസൈം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് എൻസൈം. കണ്ണുനീരിലും ഉമിനീരിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഉമിനീരില് ഈ പറയുന്ന ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് എൻസൈമുകളാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പെപ്സിൻ അല്ലെ, പ്രോട്ടീന്റെ ഡൈജഷൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എൻസൈമാണ് അല്ലെ. ട്രിപ്സിനും പ്രോട്ടീന്റെ ഡൈജഷൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈമാണ്. അമിലേസ് അല്ലെങ്കിൽ അമിലേസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസും ഉണ്ട്, സലൈവറി അമിലേസും ഉണ്ട്. ഈ അമിലേസുകളെല്ലാം നമ്മൾ കഴിക്കുന്ന അന്നജം ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന അന്നജം അല്ലെ, നമ്മൾ കഴിക്കുന്ന അന്നജത്തെ എന്താക്കുന്നു? മാൾട്ടോസ് ആക്കുന്നു. മാൾട്ടോസ് ആക്കുന്നു. സോ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്, നമ്മൾ കഴിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിലേസ് ആണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിലേസ് ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലുള്ള ഘടകം ഇതാണ്, അത് സലൈവറി അമിലേസ്. അതേപോലെ തന്നെ ഈ അമിലേസ് പാൻക്രിയാസിലും ഉണ്ട്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന അമിലേസ് ആണ് പാൻക്രിയാറ്റിക് അമിലേസ്. സലൈവറി അമിലേസും ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസും ഉണ്ട്. സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു ആണല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി സ്പെക്ട്രമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്, സ്പെക്ട്രം ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? ഇതും നമുക്ക് വരാറുള്ള ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ CPO ഡ്രൈവറിന് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനം, നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയ ചിപ്കോ പ്രസ്ഥാനം, ആ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ആപ്പിക്കോ അല്ലെ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആപ്പിക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? കേരളമാണോ? കേരളമല്ല. സൈലന്റ് വാലി പ്രക്ഷോഭം കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സുഗതകുമാരി നേതൃത്വം നൽകിയ സൈലന്റ് വാലി പ്രക്ഷോഭം. തമിഴ്നാടാണോ? തമിഴ്നാടല്ല. ഉത്തർപ്രദേശ് ആണോ? ഉത്തർപ്രദേശാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ചിപ്കോ അല്ലെ, ചിപ്കോ പ്രസ്ഥാനം ഉടലെടുത്തത് അല്ലെ. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അതായത് ഇപ്പോൾ അത് സ്ഥലം മാറിയിട്ടല്ലോ ഉത്തർപ്രദേശ്. അപ്പോ പ്രധാനമായിട്ടും ഈ പറയുന്ന ആപ്പിക്കോ മൂവ്മെന്റ് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. അത് കർണാടകയിലാണ്. ആപ്പിക്കോ പ്രസ്ഥാനം ഉടലെടുത്ത ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് കർണാടകയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെ, നമ്മൾ പഠിച്ചതാണ് ചമോലി ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ഈ ചിപ്കോ മൂവ്മെന്റ് ഉടലെടുത്ത്. അല്ലെ, ചമോലി ഡിസ്ട്രിക്ട് ഇത് കർണാടകയിലാണ് എന്ത് ഉൾപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് ഉടലെടുത്തത്? ആപ്പിക്കോ പ്രസ്ഥാനം ഉടലെടുത്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം എന്താണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ജീവിത രീതികൾ മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫാറ്റി ലിവർ, ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗമാണ് അല്ലെ. ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്. അടുത്തതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ പ്രമേഹം എന്ന് പറയുന്നതും എന്താണ്? ഒരു ജീവിതശൈലി രോഗം. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന് അളവ് കൂടുന്നതാണ് പ്രമേഹം, അതും ഒരു ജീവിതശൈലി രോഗമാണ്. എന്നാൽ ഹീമോഫീലിയ എന്ന് പറയുന്ന ജീവിതശൈലി രോഗമാണോ? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, വർണ്ണാന്തത എന്തൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അതേപോലെ തന്നെ വർണ്ണാന്തത. ഇതൊക്കെ എന്താണ്? വർണ്ണാന്തത എന്താണ്? ഇതൊക്കെ എന്താണ്? ജീനുകളുടെ തകരാറ് മൂലമുണ്ടാകുന്ന ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും വർണ്ണാന്തതയും എന്നൊക്കെ മനസ്സിലാക്കുക. സോ ചുവടെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1ഉം 2ഉം ഫാറ്റി ലിവറും പ്രമേഹവുമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം മലേറിയ രോഗത്തിന് കാരണമാകുന്ന രോഗകാരിയുടെ പേരെന്താണ്? അപ്പൊ മലേറിയ രോഗത്തിന് കാരണമാകുന്ന രോഗകാരിയുടെ പേരെന്ത്? നമുക്കറിയാം മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണെന്ന് നമുക്കറിയാം. ഈ മലേറിയയുടെ വാഹകർ അതുകൂടെ പഠിച്ചോണം. മലേറിയയുടെ വാഹകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് കൊതുകുകളാണ്. ആരാണ്? അനോഫിലസ് കൊതുകുകൾ അല്ലെങ്കിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് എന്തിന്റെ വാഹകര്? ഈ മലേറിയ എന്ന് പറയുന്ന രോഗത്തിന്റെ വാഹകർ. അതേപോലെ തന്നെ മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് മലേറിയ രോഗത്തിന് കാരണമാകുന്ന പ്ലാസ്മോഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് അല്ലെ. അപ്പൊ ഈ പ്ലാസ്മോഡിയം രോഗാണുക്കള് നമ്മുടെ ശരീരത്തിന്റെ ഏത് അവയവത്തിൽ വന്നാണ് പെരുകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന മലേറിയൽ രോഗാണു നമ്മുടെ ശരീരത്തിൽ കരളിൽ വന്നാണ് എന്ത് ചെയ്യുന്നത്? പെരുകുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് CPO എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ മലേറിയ എന്ന് പറയുന്ന രോഗം പരത്തുന്നത് പ്ലാസ്മോഡിയം അല്ലെ, പ്രോട്ടോസോൺ ആണ്. ഏത് പ്രോട്ടോസോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം വൈവാക്സ്. അതിന്റെ വാഹകര് അനോഫിലസ് കൊതുകുകളാണ്. ഈ അനോഫിലസ് കൊതുകുകള് പ്ലാസ്മോഡിയം കുത്തിവെക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വന്നാണ് പെരുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ വന്നാണ് പെരുകുന്നതെന്ന് കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇത് പലപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം പാൻക്രിയാസിന്റെ 2 തരം കോശങ്ങളാണ് ഉള്ളത്. ബീറ്റാ കോശങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ആൽഫ കോശങ്ങളും ഉണ്ട്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ് എന്നും പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബീറ്റാ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കൊള്ളുക, പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൂക്കഗോണുമാണ്. പിന്നീട് ഈ വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യം ഇതാണ്. ADH ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് അല്ലെ? വൃക്കയിൽ നിന്ന് ജലത്തിന്റെ പുനരാകീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. അതുകൊണ്ട് തന്നെ വാസോപ്രസിനെ ADH അല്ലെങ്കിൽ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതായത് പ്രസ്താവനകളാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ
ജൈവ വൈവിധ്യം കൂടുതലായിട്ട് കാണപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അല്ലെ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായിട്ട് കാണപ്പെടാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത. തീർച്ചയായിട്ടും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കൂടുമ്പോൾ ജൈവ വൈവിധ്യത്തിന്റെ അളവും കൂടും. കൂടുതൽ മഴയുടെ ലഭ്യത, അതും ശരിയാണ്. സ്ഥിരമായ കാലാവസ്ഥ, കൂടുതൽ ശുദ്ധവായുവിന്റെ ലഭ്യത, ഇത് നമുക്ക് ഒഴിവാക്കാം. ആക്ച്വലി PSC കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. പക്ഷെ ആ PSC ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം 2 ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, PSC കൊടുത്ത ആൻസർ 1ഉം 3ഉമാണ്. 2ഉം ആൻസർ വരുന്നതുകൊണ്ട് തന്നെ PSC ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. ഒന്നത് അറിഞ്ഞു വെച്ചോളൂ കേട്ടോ. ശരി, അടുത്തൊരു ചോദ്യം. മനുഷ്യ ശരീരത്തിലെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം അല്ലെ. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട് അല്ലെ. നമ്മൾ 3 തരത്തിൽ പഠിച്ചതാ. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ് 3 തരത്തിലല്ലേ ഉള്ളത്? ശരിയാണ്. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത് അല്ലെ. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അരുണ രക്താണുക്കള് എറിത്രോസൈറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ചുവന്ന രക്താണുവാണ്. ശരിയാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകം എന്ന് പറയുന്നത് ഇരുമ്പാണ്. ഇരുമ്പിന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അതും എന്താണ്? ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ 3 പ്ലാസ്മ പ്രോട്ടീൻ ആണുള്ളത്. അതിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. ഇതാണ് ഫൈബ്രിനോജൻ അല്ലെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ ആണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് ഗ്ലോബുലിൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. കണ്ടോ, ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസ് ഡ്രൈവർ പോലുള്ള എക്സാമിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോളജി അല്ലെങ്കിൽ സയൻസിൽ നിന്ന് മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഡ്രൈവർ എക്സാമുകൾ നടക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായിട്ട് ഡ്രൈവർ എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോലീസ് ഡ്രൈവറിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് വീക്കിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ നമ്പർ 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.